എല്ലാവർക്കും എഫ് മ്യൂസിക്കിൽ പുതിയ വീണ്ടും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹൈ സ്പീഡ് സ്പിന്നറാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. സോ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് വിടാം. സോ നമുക്ക് ഇതിന് ആവശ്യമുള്ളത് രണ്ട് ബോട്ടിൽ ക്യാപ്പ് അങ്ങനെ സെൻട്രൽ ഹോളിട്ട് 2 ബോട്ടിൽ ക്യാപ്പ് ആവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പെൻസിൽ നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഇതിനെ ഹാഫായി മുറിക്കാനാണ്. വേറെ ഒരു പെൻസിൽ ഞാൻ ഹാഫായി മുറിച്ചിട്ടുണ്ട്. അതിവിടെ വെക്കുന്നു. പിന്നെ നമുക്ക് 1 മീറ്റർ നീളമുള്ള ഒരു നൂല് വേണം. അതിവിടെ വെക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇൻസുലേഷൻ ടേപ്പ്. ഈ ഏതെങ്കിലും ബ്രാൻഡ് ഏതെങ്കിലും കളറിലുള്ള ഇൻസുലേഷൻ ടേപ്പ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞു സൈസ് ബോട്ടിൽ. അത് നമ്മൾ ബോട്ടിൽ അതിൻ്റെ ബോട്ടമായിട്ട് നമ്മൾ മുറിച്ചിട്ട് ഇങ്ങനെ വെച്ചൊരു ബോട്ടിൽ നമുക്ക് ആവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഈ കത്രിക നമുക്ക് വേണം. അപ്പം നമ്മൾ ആദ്യം 2 ബോട്ടിൽ ക്യാപ്പ് എടുത്ത് നമ്മൾ ജോയിൻ ചെയ്തു. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് നമ്മൾ ടേപ്പ് ചെയ്തെടുത്തു. സോ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പെൻസിൽ ഹാഫ് ആക്കി വെച്ചിട്ടായിരുന്നു. സോ അതിൽ നീളം കൂടിയ പെൻസിൽ എടുക്കണം. നീളം കൂടി ഇതാണ്. സോ നമുക്ക് എടുത്തിട്ട് ഈ ബോട്ടിലുള്ള ഈ ഹോളിനുള്ളിൽ കൂടെ കയറ്റണം. ഇതാണ് നമ്മുടെ സ്പിന്നർ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഈ കുഞ്ഞ് ബാക്കി വന്ന പെൻസിൽ നമുക്ക് നൂലെടുക്കണം. ടൈ ചെയ്യാൻ വേണ്ടിയാണ്. നൂലിൻ്റെ ആംഗിളായി കിടക്കുവാണ്. നേരെ ആക്കണം. നൂലിൻ്റെ ഒരു അറ്റം എടുക്കണം. അറ്റം എടുത്തിട്ട് ഒരു കെട്ട് വെക്കണം. അതുപോലെ ഒരു അറ്റം എടുത്ത് ഇനി അവിടെ ഒരു കെട്ട് വരുത്തണം. ടൈറ്റായിട്ട് ഇനി നമുക്ക് നൂലിൻ്റെ വേറെ ഒരു അറ്റം എടുത്തതാ. അടുത്ത അറ്റം ഇവിടെ വെക്കുക. നമുക്ക് അടുത്ത നൂലിൻ്റെ വേറെ അറ്റം എടുത്തിട്ട് നമ്മുടെ ഈ സ്പിന്നറില്ലേ, ഈ സ്പിന്നറിൻ്റെ ക്ഷമയോടെ ചെയ്യണം. കട്ടിയില്ലാത്ത നൂലായതുകൊണ്ട് ചാൻസ് ഉണ്ട്. നല്ലതായിട്ട് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഒരറ്റം നൂലിൻ്റെ ഒരറ്റം ഇങ്ങനെ വെച്ചും പിന്നെ വേറൊരറ്റം ഇതിൽ നമ്മൾ കെട്ടിയിടണം. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോട്ടിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇവിടെ മാറ്റി വെക്കുക. ഈ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ബേസിനൊക്കെ ഈ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു കുഞ്ഞൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ സിസർ വെച്ചൊരു കുഞ്ഞൊരു കട്ട് ഇവിടെ പുറകിലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത് കറക്റ്റ് ഇതിലോട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കുഞ്ഞൊരു കട്ട് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതങ്ങ് എടുക്കണം. കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതെടുത്തിട്ട് ഈ ബോട്ടിലിൻ്റെ അകത്തോട്ട് കാണുന്നുണ്ടോ, ഇതെടുത്തിട്ട് ഈ ബോട്ടിലിൻ്റെ അകത്തോട്ട് നമ്മൾ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ നമ്മൾ ഉണ്ടാക്കിയ ഹോളല്ല, ട്രയാങ്കിൾ ത്രികോണം വെച്ച് ഉണ്ടാക്കിയൊരു ഇതിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കഴിഞ്ഞ് സോ നമ്മുടെ പണി ഫിനിഷായെന്ന് പറയാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി, സംഭവം കറങ്ങും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിനക്കുള്ള നല്ല വീഡിയോസുമായി ഇനിയും കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ജെറിൻ കെ റോയ് സൈനിങ് ഔട്ട്.